ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു രക്ഷാബന്ധൻ ആശംസകൾ നേർന്നു. സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അതുല്യമായ ബന്ധത്തിന്റെ ആഘോഷമാണ് രക്ഷാബന്ധനെന്ന് ശ്രീമതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. കൊൽക്കത്തയിലെ ആർ.ജി. കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിശദീകരണം നൽകണം. ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും. കുരങ്ങുപനി വ്യാപനത്തെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുരങ്ങുപനി പ്രതിരോധ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി.കെ. മിശ്രയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. നിരീക്ഷണം ശക്തമാക്കുന്നതിനും രോഗപ്രതിരോധത്തിനുമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഉചിതമായ നടപടികൾ കൈക്കൊള്ളാൻ യോഗത്തിൽ നിർദ്ദേശമുയർന്നു. പൌരത്വ ഭേദഗതി നിയമം ഒരു മതത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയിലെത്തുന്ന അഭയാർത്ഥികൾക്ക് പൌരത്വം നൽകി നീതി ഉറപ്പാക്കുകയാണ് നിയമം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 1000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ചെന്നൈയിൽ സ്ഥാപിച്ച പ്രാദേശിക സമുദ്ര മലിനീകരണ നിയന്ത്രണ കേന്ദ്രം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. തീരദേശ മേഖലയിലെ ജലത്തിൽ കാണപ്പെടുന്ന രാസമാലിന്യത്തെ ഫലപ്രദമായി നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് മലിനീകരണ നിയന്ത്രണ കേന്ദ്രം സ്ഥാപിച്ചത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഓണം ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി. ജയരാജൻ പങ്കെടുക്കും. കേരളത്തിലെ നഗരസഭകൾക്ക് 137 കോടി 16 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ധനകാര്യ കമ്മീഷന്റെ ആരോഗ്യ ഗ്രാന്റ് ഇനത്തിലാണ് തുക ലഭ്യമാക്കുന്നത്. അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്കായി തുക വിനിയോഗിക്കാം. ഗ്രാമപഞ്ചായത്തുകൾക്ക് 928 കോടി 28 ലക്ഷം രൂപയും നൽകി. സംസ്ഥാന മന്ത്രിസഭയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 100 ദിന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലാതല തദ്ദേശ അദാലത്ത് ഈ മാസം 30-ന് മന്ത്രി എം. പി. രാജേഷിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പാലക്കാട് നെല്ലിയാമ്പതി ചുരം റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെയും മറ്റന്നാളും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ അത്യാവശ്യ വാഹനങ്ങൾ ഒഴികെ മറ്റ് വാഹനങ്ങൾക്ക് ഇവിടെ നിരോധനമുണ്ടായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരള ടൂറിസത്തിന് ICRT ഗോൾഡ് അവാർഡ് ലഭിച്ചതായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് അറിയിച്ചു. പ്രാദേശിക സമൂഹത്തിന് തൊഴിൽ ലഭ്യമാക്കുന്ന വിഭാഗത്തിൽ ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമായത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചു. കടലോര, കായലോര, മലയോര മേഖലകളിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതവും നിരോധിച്ചു ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന നാടക ശില്പശാല നാളെ ആലപ്പുഴയിൽ തുടങ്ങും. 2 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടി നാളെ ഉച്ചയ്ക്ക് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. വേളാങ്കണ്ണി പെരുന്നാളിനോടനുബന്ധിച്ച് തിരക്ക് കുറയ്ക്കുന്നതിന് തിരുവനന്തപുരം വേളാങ്കണ്ണി തിരുവനന്തപുരം പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. ഈ മാസം 21, 28, അടുത്ത മാസം 4 തീയതികളിൽ തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരിച്ചുമാണ് സർവീസ്. സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ കൃത്യമായ വേതന വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി. സതീദേവി. ആശാ പ്രവർത്തകർക്കായി വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ആലപ്പുഴ ജെൻഡർ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അസബാഹ് അൽ ഹംദ് അൽ മുബാറക്കിനെ സന്ദർശിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സുരക്ഷ, സാംസ്കാരികം തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും അഭിപ്രായങ്ങൾ കൈമാറും. 5 ദിവസത്തെ സന്ദർശനത്തിനായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ആസു റാണ ദ്യൂബ ന്യൂഡൽഹിയിലെത്തി. നാളെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ബിൻ ഇബ്രാഹിം 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപദി മുർമു, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും.
ഈ വർഷത്തെ ബാഡ്മിന്റൺ ഏഷ്യ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് മറ്റന്നാൾ ആരംഭിക്കും. ചൈനയിലെ ചെങ്ഡുവിലാണ് മത്സരങ്ങൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.